ഫിഷി സ്ട്രീറ്റിൽ വന്നേക്കും. നാട്ടിലത്തെ തനി ഒരു ചായക്കട. യാങ്ജോയിൽ വന്നിട്ട് അപ്പം കഴിക്കാണ് കേട്ടോ. ചൈനയിലെ ധാരാവി. ഗൈസ് നമ്മൾ ചൈനയിലെ ധാരാവി കാണാൻ പോകും. കമ്മ്യൂണിസ്റ്റിന്റെ എംബ്ലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. യാങ്ജോ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് വന്നേക്കാണ്. ആമയല്ലേ കിടക്കുന്നത്? ആമ ഉണ്ട്. പിന്നെ സ്റ്റാർ ഫിഷ് ഉണ്ട്. സ്റ്റാർ ഫിഷ്, റിയൽ സ്റ്റാർ. ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ചൈനയിലെ ജിയാങ്സു പ്രൊവിൻസിലെ യാങ്ജോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. അപ്പോൾ നമ്മൾ യാങ്ജോയിലത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് വന്നേക്കാണ്. അപ്പോൾ യാങ്ജോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, മലയാളി ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് അവരോടൊപ്പം ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ യാങ്ജോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെത്തിയിട്ട് കാണാം. നമ്മുടെ യാങ്ജോയിലത്തെ ഫ്രണ്ട്സിൻ്റെ റൂമിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതെ, ഇവിടെ മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. റൂം നമ്പർ 207. നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ യാങ്ജോ യൂണിവേഴ്സിറ്റിയിലത്തെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളൂ. 4 ഫ്രണ്ട്സാണ് ഇവിടെ ഉള്ളത്. അവരുടെ റൂമാണ് വരുന്നത്. അവരുടെ ഹോസ്റ്റലിൽ കണ്ടോ, ഇവിടെ താഴെ ഇരുന്ന് പഠിക്കാം, മുകളിൽ കിടന്നുറങ്ങാം. അങ്ങനത്തെ 4 ഷെയറിങ് റൂമാണ് വരുന്നത്. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഓ, എന്തൊരു മാന്യതാ. എഞ്ചിന്റെ നാട്ടിലെവിടെ? ഞാൻ തൃശ്ശൂര്. തൃശ്ശൂര് എവിടെ? തൃശ്ശൂര് ചാലക്കുടി, കന്നനാട്. ഓക്കെ, ഞാൻ ആശ. ഇത് ഓക്കെ ഓക്കെ. പട്ടാമി. ഇവര് മൊത്തം ആശ ഉണ്ടായിരുന്നില്ലല്ലോ, വടകര ഉണ്ടായിരുന്നില്ലല്ലോ. ഈ ഉള്ള 3 പേരും നമ്മള് പിന്നെയുണ്ട്. അനക ഉണ്ടായിരുന്നു, ആർദ്ര കുറച്ചും കൂടി ടീംസ് ഉണ്ട്. അവരൊക്കെ പുറത്ത് പോയേക്കാണ്. അവരെയൊക്കെ നമ്മൾക്ക് ഇനി വഴിയെ കാണാം. അപ്പോൾ ഇവരെല്ലാവരും നമ്മുടെ ഒപ്പം വടകര ഹോസ്പിറ്റലിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഫ്രണ്ട്സാണ്. നമുക്ക് വേണ്ടിയിട്ട് ഫുഡ് ഇവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ എന്തോ ഫ്രോസൺ പൊറോട്ട ഉണ്ട്, ഫിഷ് കറി. ചൈന വന്നിട്ട് ആദ്യമായിട്ടാണ് ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കുന്നത്. നാട്ടിലത്തെ അതേപോലത്തെ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും കഴിക്കുന്നത്. ഇതെന്ത് മീനാ? ധാരം ഉണ്ടാക്കിയത് അയിലക്കറി. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് അയിലക്കറി, അയില വറുത്തതൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ഇനി നമുക്ക് ഇത് കഴിച്ചു നോക്കാം. പൊറോട്ടയും മീൻകറി കഴിച്ചു നോക്കുകയാണ്. കൊള്ളാം, നല്ല മീൻകറി. സത്യമായിട്ട് നല്ല മീൻകറി. ഫിഷ് ഫ്രൈ കൂടെ കഴിക്കും. ചെറിയ അയിലാണല്ലോ. അത് ഞാൻ ഫ്രൈ ആക്കിയപ്പോ അങ്ങനെ ഏതാ തോന്നുന്നു, വലുതന്നെ ആയില്ല. ഹൗ ഇസ് ഇറ്റ്? കൊള്ളാം. ഫ്രണ്ട്സ് ഉണ്ടാക്കി തന്ന മീൻകറിയും സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഒരു ഫിഷി സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നേക്കാണ്. അവരിവിടെ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടുത്തെ യാങ്ജോ ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. യാങ്ജോ ലോക്കൽസ് ആണ് ഇവിടെ ഉള്ളത്. ദേവനെന്താ പറഞ്ഞോ, എന്താണ് ഈ ഫിഷി സ്ട്രീറ്റിനെ പറ്റിയിട്ട്? പറഞ്ഞാല് നമ്മളെന്താ ഓരോ തീമിനനുസരിച്ച് ഇവിടെ ഓരോ തീമിനനുസരിച്ചുള്ള സംഭവങ്ങൾ വരും. ക്രിസ്മസ് ആയാൽ അതിനനുസരിച്ചുള്ള തീം. പിന്നെന്താ പറയാ, ക്രിസ്മസിന് ഇവിടെ സാന്റാക്ലോസ് ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും, കുറെ സംഭവങ്ങളുണ്ടാവും. പിന്നെന്താണ് മറ്റേ ഹാലോവീന്റെ സമയത്ത് ഓരോ തീമിലുള്ള സംഭവങ്ങൾ വരും. ഓക്കെ, ഇത് എത്ര ദൂരം ഉണ്ടാവും ഏകദേശം ഈ സ്ട്രീറ്റ്? അധികമൊന്നുമില്ല. പിന്നെ ഏഞ്ചൽ പറയും. ഏഞ്ചലിന് ഭയങ്കര നാണമല്ലോ. എന്താണ് ഏഞ്ചലിന് മേക്കപ്പ് കാണണ്ട എല്ലാവരും. അപ്പോൾ നമുക്ക് ഈ ഷോപ്പിലോട്ട് കയറി നോക്കാം. ഇതെന്തോ ഉണ്ട് ഇവിടെ. ഇവർ പറഞ്ഞ് ഇവിടെ എല്ലാ ഷോപ്പിലോട്ടും കയറി നോക്കാം. അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. വിൻറ്റേജ് ഷോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ കയറി നോക്കി നോക്കാം എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളത് നോക്കി നോക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ട്. ഹാരി പോട്ടറിന്റെ ഇത് വെച്ചിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കേണ്ടി വരുമല്ലേ. ഏഞ്ചൽ ഇവിടെ ഹാരി പോട്ടറിന്റെ തൊപ്പി ഡ്രസ്സിന് ക്ലാസ്സൊന്നും പുറത്താക്കി. ഇത് കൊള്ളാലോ. വാങ്ങിക്കാറില്ല കേട്ടോ ഗൈസ് ഞങ്ങള്. ഇത് ഹാരി പോട്ടർ തീമിലുള്ള ഒരു ഷോപ്പാണ് വരുന്നത്. ഇത് ഇവിടെ ഫുൾ ഹാരി പോട്ടറിൻ്റെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റിന് വരുന്നത് 28 യുവാൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. 2 മേടിക്കുകയാണെന്ന് വെച്ചാൽ 50 യുവാൻസ് ആണ് വരുന്നത്. പിന്നെ പഴമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു ബുക്കിൻ്റെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളിയായിട്ട് വെൽക്കം ടു യാങ്ജോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് സോവിനിയേഴ്സിൻ്റെ ഐറ്റം സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ. അത് ബെയ്ജിങ്ങിലത്തെ സോവിനിയേഴ്സും ഒരു എല്ലായിടത്തെ സോവിനിയേഴ്സും ഈ കടയിൽ വന്നാൽ കിട്ടും. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഏഞ്ചലുണ്ട്. ഇവിടെ എന്താണ് ഏഞ്ചൽ ഇവിടെ ഉള്ളത് കാണാനായിട്ട്? എന്താ ഉള്ളത്? നല്ല എസ്തെറ്റിക് ആയിട്ട് അവിടെ നോക്കൂ നിങ്ങൾ. എസ്തെറ്റിക് ആയിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോ കൊച്ചു പിള്ളേര് ഇവിടെ കളിക്കണത് മാത്രമേ കാണാനുള്ളൂ. മുകളിൽ ലാൻഡേൺസ് കുറച്ച് കാണാനുണ്ട്. പിന്നെ എന്താണ് ഇവിടെ ഉള്ളത് എസ്തെറ്റിക് ആയിട്ട്? പിന്നെ ഇവിടെ നമുക്ക് കുറെ കഫേസ് ഉണ്ട്.
നല്ല റിച്ച് കഫേസ് ഉണ്ട്, ഭയങ്കര ഏഞ്ചൽ റിച്ച് കഫേസിൽ മാത്രമാണോ പോവാറുള്ളൂ? ഞാൻ അവിടെ നിന്നേ വഴി കുടിച്ചിട്ടില്ല. ഞങ്ങൾ ഇവിടെ ലക്കിനിലാണ് പോവല്. ലക്കി 9.9 അനുമയാണ് അപ്പൊ റിച്ച് കഫേയിൽ പോകുന്നത്. ശരിക്കില്ലേ ഒരു കുടുംബശ്രീ വൈബാണ് കിട്ടുന്നത്. കറക്റ്റ് ഇതേ കുടുംബശ്രീ ടീംസിന്റെ ഒപ്പം നടക്കണ പോലെ ഉണ്ട് ഇപ്പൊ. എല്ലായിടത്തും ഉണ്ട്. നമ്മൾ ഏത് സിറ്റിയിൽ വന്നാലും ഉണ്ടാവും. ഓസായി അന്ന സിറ്റി ഹെൻസിയാങ്നി, ഓസായി യാങ്ജോ ഹെൻസിയാങ്നി. ഇവിടെയും സൊവിനിയേഴ്സ് തന്നെ. ഇത് എല്ലായിടത്തും സൊവിനിയേഴ്സ് ആണല്ലേ മെയിൻ ആയിട്ടുള്ളത് ഇവിടെ. ഗൈസ് ഇവിടെ സൊവിനിയേഴ്സും കുറെ കഫേസും പിന്നെന്താ ഉള്ളത് എസ്തെറ്റിക് ആയിട്ടുള്ള കുറെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, ഷോപ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. ഗൈസ് നാട്ടിലത്തെ തനി ഒരു ചായക്കട താണ്ടിരിക്കി ഈ കുടുംബശ്രീ. ഗൈസ് നാട്ടിലത്തെ ഒരു ചായക്കട പോലത്തെ ഒരു കടയിലേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇവിടെ എന്തൊക്കെ നാനും പിന്നെ ഇത് പൗസല്ലല്ലോ, ഇത് വേറെ എന്തോ എണ്ണപ്പലഹാരം, റൊട്ടി എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പിന്നെ ഉണ്ടമുരി സമൂസ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട് അവിടെ. അതെ സമൂസയും കട്ട്ലറ്റും ഉണ്ട്. ഏതാ ട്രൈ ആക്കുക? ഈ വലിയ ഉണ്ട്, അപ്പുറത്ത് സമൂസ. നമ്മളിപ്പോ ചായക്കടയിൽ വന്നിട്ട് ഈ സംഭവം മേടിച്ചിട്ടുണ്ട്, ഒരു ഉണ്ടപ്പൊരി മേടിച്ചിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിട്ട് തരാം കേട്ടോ. എന്തോ സ്റ്റഫ്ഡ് എന്തോ സാധനമാണ്. നെയ്യപ്പം. ആരാ നെയ്യപ്പം എന്ന് പറഞ്ഞ? ചൈനയിലെ നെയ്യപ്പല്ല, ഇത് നമ്മുടെ റെഡ് ബീൻസും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഉള്ളി ചെയ്തിട്ടുള്ള അതിന്റെ മുകളിൽ കൂടെ മസാല ഇട്ടിട്ട് പൊരിച്ചൊരു സാധനം. വലിയ കുഴപ്പമില്ല. അടുത്ത് നമ്മൾ എവിടേക്കാ പോകുന്നത്? ചൈനയിലെ ഗൈസ് നമ്മൾ ചൈനയിലെ ധാരാവി കാണാൻ പോവാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ ഫിഷി സ്ട്രീറ്റിൽ വന്നേക്കാണ്. എത്രയോ ഭയങ്കര പൈസ ഉള്ള സാധനത്തിന്റെ മൊത്തമാണ്. ഇത് ശരിക്കും ഓണാണോ? ഇതോണ്ടാണ്. ഇതാ 14 സെക്കൻഡ്. ഇത് എങ്ങനെ ഓഫ് ആക്കുമെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ ഓഫ് ആക്കുമെന്ന് എനിക്കറിയില്ല. ഗൈസ് ഈ സ്ട്രീറ്റിനെ പറ്റി നിങ്ങൾ 2 വാക്ക് പറയൂ. അത് നമുക്ക് ചെല്ലുന്നോട് നമുക്ക് കുറച്ച് ഫണ്ണി റീലാക്കാം. നമുക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് ആശ, ആൻഡ് ഇത് ഹണി, ആൻഡ് ഇത് ദേവു. ദേവു ഹാരി പോട്ടർ ഔട്ട്ഫിറ്റിലൊക്കെയാണ് വന്നത്. എങ്ങനെയാണ് ഓഫ് ആക്കുക? എനിക്ക് ഓടാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ധാരാവി പോവാന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ ഇവിടെ പോണ വഴിക്ക് കുറച്ച് ഫുഡിന്റെ ഒരു ഷോപ്പ് കണ്ടു. ഇത് ഏഞ്ചൽ എന്താ പറഞ്ഞേ? ഇത് കള്ളപ്പത്തിന്. ശരിയാ, ഒരു കള്ളിന്റെ മണമൊക്കെ വരുന്നു, കള്ളപ്പത്തിന്റെ മണം. ശരി, നമ്മൾ ആൽക്കഹോളിനെതിരാണ്. അപ്പൊ നിങ്ങള് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് ഈ സാധനം വന്ന് മേടിക്കും? ഓ, നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട് കേട്ടോ. അമ്മച്ചി ചിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ പ്രൊമോഷൻ ഏഞ്ചൽ. അപ്പൊ ഇത് ഇങ്ങനെയാണ് സംഭവം. ഈ കളർ ആവുന്നത് എങ്ങനെ? ഇതെന്താ സംഭവം? ഇത് ഞാൻ കഴിച്ചിട്ടില്ല. അല്ല, ഇതും റെഡ് ബീൻസ് ഉള്ളിലാക്കിയിട്ടുള്ള സാധനമാണ്. നമ്മൾ നേരത്തെ കഴിച്ച പോലത്തെ ഒരു സംഭവം തന്നെയാണ്, പക്ഷെ ഇതില് ഇത് നമുക്ക് എന്തായാലും കള്ളപ്പം പോലത്തെ സാധനം മേടിച്ചു നോക്കാം. ഇത് ഈസ്റ്റ് ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കണതായിരിക്കും, അല്ലാണ്ട് ഇത് ഓക്കെ. അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കാം. എന്തായാലും യാങ്ജോ വന്നിട്ട് വെള്ളപ്പം കൂടി കഴിക്കാം. യാങ്ജോ വന്നിട്ട് മീൻകറി കഴിച്ച് ഇനി അടുത്ത് വെള്ളപ്പം കഴിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ യാങ്ജോയിൽ വന്നിട്ട് ഇത് അപ്പം കഴിക്കാണ് കേട്ടോ. എല്ലാവരും പറഞ്ഞു, ഇവിടുത്തെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞ് കള്ളപ്പത്തിന്റെ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ. മണമൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കിയോ. കൊള്ളാം, പക്ഷെ കള്ളപ്പത്തിന്റെ ടേസ്റ്റ് അല്ല, നോർമൽ വെള്ളപ്പത്തിന്റെ ടേസ്റ്റ് വരുന്നുണ്ട്. കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു ഇതൊരു 4-5 മേടിച്ച് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കിയ. ഈ സ്ട്രീറ്റിലത്തെ എത്രയോ പഴക്കമേറിയ ഒരു കടയാണ് കേട്ടോ. ഏകദേശം 100-150 വർഷം പഴക്കമുള്ള കടയാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ യാങ്ജോ ലോക്കലൈറ്റ്സ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ ഫുഡ് വലിയ ടേസ്റ്റ് ഇല്ല എന്ന് അവർ പറഞ്ഞു. അപ്പം ഇനി നമുക്ക് അവിടെ പോവാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ഈ ഒരു സ്ട്രീറ്റിലോട്ട് പോവാം. ഇതാണോ ധാരാവി എന്ന് പറയുന്ന സ്ഥലം? ചേരി പോലത്തെ സ്ഥലം.
ഇവിടെ പോകുമ്പോ പേടിയാവും നമ്മൾ നമുക്ക്. പെട്ടാണ്ടല്ലോ നമുക്ക് തിരിച്ചു വരാനുള്ള വഴി മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ മെയ്സിന്റെ ഉള്ളിലാണുള്ളത്. ഇതിന്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെങ്ങനെ പുറത്ത് വരും? നമ്മളിങ്ങനെ വഴി അങ്ങോട്ട് പിടിച്ചു വരേണ്ടി വരും. ഇത് നിങ്ങൾ ലോക്കലൈറ്റ്സ് അല്ലേ? ഫുള്ളിരിട്ടായിട്ട് ഇവിടെ ഫുള്ള് വെളിച്ചം കാണാനുണ്ടല്ലോ. കൊറിയൻ മൂവിലൊക്കെ കാണുന്ന സൈക്കോ വീടുകളുടെ സ്ഥലമില്ല ആ ഒരു ഏരിയ. സിനിമയിലൊക്കെ വില്ലൻ ഇങ്ങനെ ഓടിച്ചിടൂലേ നായകനെ. ഞാൻ കൊറിയൻ സിനിമ കാണാറില്ല. കാണാൻ വരണടാ. എന്നിട്ട് ബാക്കി പറ. ഇവിടെ അയ്യോ അവിടെ പോയി കഴിഞ്ഞാൽ പേടിയാവും. അവിടെയല്ലേ പോയി ഇന്ന് സെമിത്തേരി പോവാ. സെമിത്തേരിയിലേക്കൊക്കെ യാങ്ജോ വന്നിട്ട് സ്ഥലങ്ങൾ ഏതൊക്കെയാ കാണാനുള്ളതെന്ന് ചോദിച്ചു ഇവിടുത്തെ യാങ്ജോ ഫ്രണ്ട്സിന്റെ അടുത്ത്. അപ്പൊ ആദ്യം സജസ്റ്റ് ചെയ്ത സ്ഥലമാണ് സെമിത്തേരി. അപ്പൊ ഗ്രേവ് യാർഡിലോട്ടാണ് നമ്മൾ കാണാൻ പോണെന്നൊക്കെ പറഞ്ഞു. ശരിയാ ഗൈസ്, നമ്മളിപ്പോ ഒരു കുടുംബശ്രീ വൈബിലൂടെയാണ് നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് എന്നെ എന്തോ വലിയ കാര്യത്തിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്ഥലത്തേക്ക് പോലെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഫുൾ ഇരുട്ടാണ് ഗൈസ്. സമയം ഏകദേശം 6:30 ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ലേറ്റ് നൈറ്റ് നമുക്ക് ഇവിടെ വരാൻ പറ്റില്ല അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉള്ളത്, ഒരു പബ്ലിക് ടോയ്ലറ്റ് ആണ്. ഓ, സൈക്കോകൾക്ക് വേണ്ടിയിട്ട് പബ്ലിക് ടോയ്ലറ്റ്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകാൻ പറ്റൂല കേട്ടോ. അവിടെയൊക്കെ ഭയാനകമായ സ്ഥലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിനി അടുത്തൊരു ഏരിയയിലോട്ട് കിടക്കുകയാണ് കേട്ടോ. എക്സ്പ്ലോറിങ് ദ ധാരാവി ഓഫ് ചൈന വിത്ത് കുടുംബശ്രീ ഗേൾസ്. ഇത് കൂടെ പോകുമ്പോൾ പേടിയാവുന്നുണ്ട് ചെറുതായിട്ട് ഇവിടെ അല്ലേ? അതെ അതന്നെ, അതെ, ഒരു കുഴപ്പമില്ല. കുടുംബശ്രീ, യെസ്, അതെ അതെ അതെ, കുടുംബശ്രീ യാങ്ജോ യൂണിറ്റ്. അയ്യോ ഏഞ്ചൽ ഏതൊക്കെ വഴി കണ്ടുപിടിക്കുന്നുണ്ട്. പേടിപ്പിക്കണ വഴി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടോണ്ടപ്പ ഇത് ഏതൊക്കെയോ. അതല്ലേ, ഇത് എല്ലാവരും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടി കിട്ടും. വീടിന്റെ അവിടേക്ക് ക്യാമറയും പിടിച്ചു പോയി തെറിയേക്കും. അങ്ങനെ നമ്മൾ ഈ യാങ്ജോ സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. ഇനി ആ അമ്പലത്തിൻ്റെ അവിടേക്കൊക്കെ ഒന്ന് നമുക്ക് പോയി നോക്കി നോക്കാം. ഇതാണ് അമ്പലം. പക്ഷെ അമ്പലം അടച്ചേക്കും. ഇത് ബുദ്ധനാണോ? കുറെ ദൈവരൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ദൈവരൂപങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ജിൻജോങ് ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെമ്പിളാണ് ഇവിടെ. പക്ഷെ അത് ഇപ്പോൾ ഈ സമയമായതുകൊണ്ട് അടച്ചേക്കുകയാണ്. ഏകദേശം 5000 വോളിയം ഓഫ് ബുദ്ധിസ്റ്റ് സ്കൾച്ചേഴ്സ് ഉള്ള ഒരു ടെമ്പിളാണ് അത്. എനിക്ക് തോന്നുന്നു ഏഞ്ചൽ പറഞ്ഞതനുസരിച്ചിട്ട് 5000 പ്രേതങ്ങളെ തളയ്ക്കാൻ വേണ്ടിയിട്ട് 5000 ബുദ്ധ പ്രതിമകൾ ഇവിടെ ഉണ്ട്. അതായിരിക്കും അല്ലേ? ഏഞ്ചൽ വളരെയധികം നന്ദിയുണ്ട് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ തന്നതിന്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. കൂടുതൽ ഏഞ്ചൽ അറിവുമായിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഒരു ഫുള്ള് ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലെക്സിൽ ഇതേ കമ്മ്യൂണിസ്റ്റിന്റെ എംബ്ലമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പൊ ഇതെന്തൊക്കെയാണ്? ഇതാണ്. ഓക്കെ മാം, ഇത് ഇനി ദേവനന്ദ പറയൂ. പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ. ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അല്ലേ? ഇതാണ് ഇവിടത്തെ ഫുള്ള് മാപ്പ് വരുന്നത്. ഈ ധാരാവിന്റെ മാപ്പാണ് കേട്ടോ. നമ്മുടെ ടീംസ് പറഞ്ഞതനുസരിച്ചിട്ട് ഇത് ധാരാവിയാണ്. ഇത് വെച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും. നമ്മൾ ഇതിൽ എവിടെയാന്നുള്ളത് കാണാനില്ല. വിചാറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് തോന്നുന്നു. വിചാറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ടിയിലൊക്കെ അവിടെ മെമ്പർഷിപ്പ് എടുക്കാൻ തോന്നുന്നു. പിന്നെ അതെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് വേറെ തന്നെ ഒരു ജീവിതമാണ് കേട്ടോ. ചൈനയിൽ നമ്മൾ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും കുറേ ഫ്രണ്ട്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു രീതിക്ക് ജീവിക്കുന്ന ആൾക്കാർ നമ്മൾ, അതായത് തനി കേരളത്തിൽ എങ്ങനെയാണോ ജീവിക്കുന്നത്, അതായത് അപ്പുറത്തെ പറമ്പെന്ന് ഇലയൊക്കെ പൊട്ടിച്ചിട്ട്, അതായത് കറിവേപ്പില പൊട്ടിച്ചിട്ട് കറി വയ്ക്കൂലേ, അതേപോലെ തന്നെയാണ് ഇവരിവിടെ ഏതോ ഒരു സ്ട്രീറ്റിൽ വന്നിട്ട് ഇവിടെ ഈ സ്ട്രീറ്റിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ പുതിനയില കാണാനുണ്ട്. ഈ പുതിനയില വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കണം തോന്നിക്കഴിഞ്ഞാൽ ഈ പുതിനയില ഒട്ടിക്കാനായിട്ട് ഇവർ വണ്ടി എടുത്തിട്ട് വരും.
ഓക്കെ 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 അണ്ടർസ്റ്റാൻഡബിൾ. ഓക്കെ 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 മാങ്കുവോ മാങ്കുവോ ഐഷ് മാങ്കുവോ മാങ്കുവോ ഇതേ അവിടെ ചൈനീസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഒരു സെന്റൻസ് ചൈനീസിൽ പറയും. അയ്യന്റെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ. ന്യൂ ഇയർ സെലിബ്രേഷൻ ഓ HSK1. അയ്യന്റെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ചൈനീസ് ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. HSK4 പാസ് അല്ലേ ഇത് HSK2 അയ്യ അയ്യ നീ ദ ഗോനിയൻ സമയാങ്ങളാ നീ ദ ഗോനിയൻ ജിയർ സമയാളാ നീ ദ ലവ് ജിയ സൈനാലി. കണ്ടോ ഉത്തരം കിട്ടി അത് മതി. മാങ്കോതമാ നിങ്ങളുടെ ഇവരുടെ യൂണിവേഴ്സിറ്റി ഇറക്കണ സാധനം നമ്മൾ പൈസ കൊടുത്തിട്ട് ഇവിടെ മേടിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ ഫ്രീ ആയിട്ട് വരുന്നില്ല അത്? അപ്പൊ ഇതൊരെണ്ണം മേടിക്കാം. ഇതൊരെണ്ണം മേടിക്കാം. ഓ യാങ്ദ ഓക്കെ 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 നിങ്ങൾ പ്രൊമോഷൻ നടത്താനല്ലേ. ഇതൊരെണ്ണം മതിയാ? ഓക്കെ ഗൈസ് അപ്പൊ നമ്മള് യാങ്ജോ ദാശുവിന്റെ ഈ സാധനം യോഗട്ട് നമ്മൾ കുടിച്ചു നോക്കുകയാണ് കേട്ടോ. നമ്മൾ സിയാൻജാത്തോന്റെ ദാശുവെന്ന് വന്നിട്ട് യാങ്ജോ ദാശുവിന്റെ യോഗട്ട് കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഗൈസ് നമ്മൾ യാങ്ജോയിൽ വന്നിട്ട് യാങ്ജോ യൂണിവേഴ്സിറ്റിന്റെ യോഗട്ട് നമ്മൾക്ക് ഇനി കുടിച്ചു നോക്കാം. ഐ വെൽക്കം യു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് കുടിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഭയങ്കര കട്ടി കൂടുതലാണ്. ഹെവി പ്രോബയോട്ടിക്സ് ഏഞ്ചൽ പറഞ്ഞത് നമ്മൾ അടുത്ത സ്ഥലം എത്തിയേക്കണ എന്താണ് ദോങ്വാൻ സ്ട്രീറ്റിലോട്ട് എത്തിയേക്കാണ്. നമ്മൾ ഇനി ദോങ്വാൻ സ്ട്രീറ്റ് അതായത് യാങ്ജോയിലത്തെ ഒരു അടിപൊളി സ്ട്രീറ്റ് ആണ് എന്നൊക്കെയാണ് പറഞ്ഞേക്കണത്. നമുക്ക് എന്തായാലും പോയി ഏൻഷ്യന്റ് സ്ട്രീറ്റ് എന്നാണ് ഏഞ്ചൽ റോസ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഇവിടെ സംഭവങ്ങളുള്ളത് ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ ഇവിടെ നോക്കി നോക്കാം. പഴക്കമുള്ള താറാവാണോ? പഴകിയ ഭക്ഷണമാണോ അവിടെ കൊടുക്കണത്? ഇവിടെ ഫുള്ളൊരു താറാവിനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. താറാവിന്റെ വലിയൊരു ഇത് പെക്കിംഗ് ഡക്ക് ആണോ? അതന്നെ ഇത് ഗൈസ് പെക്കിംഗ് ഡക്ക് അങ്ങനെ ബെയ്ജിംഗ് ഡക്ക് അങ്ങനത്തെ ഒരു സംഭവമാണ് ഇത് വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഓരോ മുത്തിലും ഓരോ ആൽഫബറ്റ് എഴുതിയിട്ട് നമ്മുടെ പേരൊക്കെ എഴുതി എടുക്കാനുള്ള ഒരു സംഭവമാണ് വരുന്നത്. അത് നിങ്ങളുടെയൊക്കെ ചൈനീസ് നെയിം പറഞ്ഞേ. ഹണിയോ? ഹണി ദേവാ. നിങ്ങളൊക്കെ ഏകദേശം സിമിലർ ആണല്ലോ. എടാ എന്റെ ലീത്തോങ് നിതുലും ലീത്തോങ് തമ്മിൽ ഒരു ബന്ധുവില്ല. രാജ അനകട പിന്നെയും ഒരു വ്യത്യാസം ഉണ്ടെന്ന് അറിയാം. അന്തോള നമ്മുടെ പേരുമായി സാമ്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. നോക്കൂ പുരാതനമായ സാധനങ്ങൾ. ഇതൊക്കെ ഇവിടെ പണ്ട് ജീവിച്ച ആൾക്കാരുടെ ബോൺസ് ആണ്. ഓക്കെ അനാട്ടമി പഠിക്കാൻ എടുത്തോ? എന്തായാലും FM ചെയ്യുന്നുള്ളതല്ലേ. ഇല്ല ഫീമർ അല്ലേ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. മാന്ത്രിക ദണ്ട് ഏഞ്ചൽ ശക്തി. ഇതാണ് നമ്മുടെ സ്റ്റിങ്കി തോഫു ആണ് ഇത് വരുന്നത്. സ്റ്റിങ്കി തോഫു കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ആർക്കും ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമല്ലേ ഗൈസ്. ഇത് നമ്മൾ ഹാങ്ജോയിൽ പോയിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറെ കപ്പലണ്ടി മിഠായും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നാട്ടിലത്തെ അതേ കപ്പലണ്ടി മിഠായി ആണ് കേട്ടോ. നമുക്ക് എന്തായാലും കുറച്ച് കപ്പലണ്ടി കഴിച്ചു നോക്കാം. മധുരം കുറവാ. ആദ്യത്തെ അത്ര മധുരമില്ല. അത് കാരണം മധുരം കുറവായിരിക്കും അല്ലേ? മധുരം ഉണ്ടല്ലോ കുറച്ച് നാട്ടിലത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമുക്ക് അടുത്ത ഇവിടെ കുറെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. യാങ്ജോ ഫ്രൈഡ് റൈസ് ഉണ്ട് അവിടെ. ഇവിടെ സ്ട്രിമ്പിന്റെ എന്തൊക്കെ സാധനം ഉണ്ട്. നമുക്കൊരു യാങ്ജോ ഫ്രൈഡ് റൈസ് കഴിച്ചു നോക്കാം.
എവിടെ ഏതാ അതാണോ യാങ്ജോ ചൗഫാൻ? ഗൈസ് യാങ്ജോ അറിയപ്പെടുന്നത് യാങ്ജോ ചൗഫാൻ എന്നാണ് പറയുന്നത്, ആണോ? നിങ്ങൾ എത്ര റേറ്റ് ചെയ്യും യാങ്ജോ ചൗഫാനിൽ? എത്ര റേറ്റ് ചെയ്യും? 9. എന്തൊക്കെയുള്ള അതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? മുട്ട, കോണുണ്ട്, അരി. ചൗഫാനിൽ പിന്നെ അരി ഉണ്ടാവില്ലല്ലോ ഫ്രൈഡ് റൈസിൽ. ഷ്രിംപ് ഇടുവോ? അത് ജിദാൻ ചൗഫാനാണ് ഗൈസ്. ജിദാൻ ചൗഫാനാണ്. അത്ര തന്നെ ഉള്ളു, അല്ലാണ്ട് യാങ്ജോ ചൗഫാനിന് ഇപ്പൊ എന്താ? ഗൈസ് അപ്പൊ ഞാനാണ് യാങ്ജോയിൽ അല്ലാത്ത ആള്. ഞാനിവിടെ വന്നിട്ട് ഈ യാങ്ജോ ചൗഫാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് പറയാം. ഗൈസ് നമ്മുടെ യാങ്ജോ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് വന്നേക്കാണ്. യാങ്ജോയിലത്തെ ഏറ്റവും ഫേമസ് സാധനം എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിനി കഴിച്ചു നോക്കാം. യാങ്ജോ ചൗഫാനാണ്. ഇതിൽ ഷ്രിംപ് ഉണ്ട്, പിന്നെ ബീഫിന്റെ ഐറ്റം ഉണ്ട്, പിന്നെ കോൺ വെജിറ്റബിൾ സാധാരണ പോലെ തന്നെ ഉണ്ട്, പിന്നെ മുട്ടയുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം. നോർമൽ ചൗഫാൻ ഗൈസ്. ഇത് ചൈനയിൽ ഏത് സിറ്റിയിൽ പോയി കഴിഞ്ഞാലും കിട്ടണ നോർമൽ ഫ്രൈഡ് റൈസ് തന്നെയാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ വ്യത്യാസം അറിയണില്ല. ഫുഡ് വളരെ മനോഹരമായിരുന്നു. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സൂസുവിന്റെ ജിദാൻ ചൗഫാനൊക്കെ പോലെ ഉണ്ടായിരുന്നു. സൂസു അല്ല ഗൈസ്, ഷൂഷു. സൂസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഉള്ളി എന്നാണ് അർത്ഥം. ഞങ്ങളിവിടെ സൂസു പറയുന്നത്. ഞങ്ങളുടെ സൂസുമാര് വിളി കേൾക്കണം, ഞങ്ങൾ സൂസു തന്നെ വിളിക്കണം. ചൈനീസിൽ എങ്ങനെ ക്യാരക്ടർ എങ്ങനെ എഴുതുക? ഷൂഷു. പഠിക്കുമ്പോ ഷൂഷു. പക്ഷെ പഠിക്കുമ്പോ ഷൂഷു. സാധാരണ നമ്മൾ ചോദിക്കുമ്പോ എന്താന്നല്ലേ ചോദിക്കാം. പക്ഷെ തൃശ്ശൂർ എന്തുട്ടാന്നല്ലേ ചോദിക്കാം. അതാണ് ലോക്കൽസിന്റെ വ്യത്യാസം. എനിക്ക് ക്യാമറ നോക്കാൻ നമ്മൾ അങ്ങനെ തിരിച്ചുകൊണ്ട് പാലക്കാട് എങ്ങനെ ചോദിക്കാ? എന്താന്നുള്ളത് എന്താന്നെ ചോദിക്കാ? എന്താന്നാ കൊടുങ്ങല്ലൂരൊക്കെ എന്തുട്ടാണ്, തൃശ്ശൂരൊക്കെ എന്തുട്ടാണ്? ഇത് നിക്കൂല ഗൈസ്. ഇവിടെ കുടുംബശ്രീയുടെ അങ്ങ് അറ്റമാണ്. ഇവിടെ സംസാരിച്ചു കഴിഞ്ഞാൽ നിക്കൂല. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ഥലങ്ങൾ ഗൈസ്. ഇവിടെ ഓരോ ഭരണിയിൽ കുറെ സാലഡിന്റെയും അച്ചാറിന്റെ ഒക്കെ പിക്കിൾസിന്റെ ഒക്കെ ഓരോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തൊക്കെയോ കുറെ വ്യത്യസ്ത തരമായിട്ടുള്ള പിക്കിൾസ് ആണ് ഇവിടെ കൊടുത്തേക്കണത്. നമ്മൾ ചോങ്സിങ്ങിലൊക്കെ പോയി കണ്ട പോലത്തെ ഏകദേശം പിക്കിൾസ് ആണ്. പക്ഷെ ഇവിടെ വേറൊരു സംഭവം കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഫുള്ള് വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ടാണ്. ഹലോ വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എന്താണ് സംഭവം എന്ന് അറിയില്ല. ഇനി ചൈനീസ് മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ തോന്നുന്നു. അവിടെ കുറേ സോസും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതും ചൈനീസ് മെഡിസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയാണ്. പക്ഷേ ഇതിലൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കണതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇഞ്ചി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ കുക്കുംബറിന് എന്തോ സംഭവമുണ്ട്. ഇതെന്തോ ഒരു റൂട്ട് തോന്നുന്നു അല്ലേ? പട്ടുനൂൽ പോയെന്നല്ലേ, എന്തോ റൂട്ട് തോന്നുന്നത്. ഇവിടെ ഗാർലിക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതെന്തോ ജീവനുണ്ടോ? പട്ടുനൂൽ പുഴുവൊന്നല്ല. ഇവിടെ വേറെ എന്തൊക്കെയോ സ്പൈസ് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നൂഡിൽസ് പട്ടിക്കുട്ടിയോ? മരുന്ന് കഴിക്കാൻ മടിയുള്ളവർക്ക് നൂഡിൽസ് ഇട്ട് പട്ടി വരെ കൂട്ടിട്ടിട്ടുണ്ട്. പട്ടി വരെ കോട്ടിട്ടിട്ടുള്ളതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഞ്ചൽ എന്താ പറഞ്ഞു? മരുന്ന് കഴിക്കാൻ മടിയുള്ളവർക്ക് അപ്പൊ എന്താ സുഖം മാറും? ഡോക്ടർ ഏഞ്ചൽ പറയൂ, എന്താ സുഖമാണ് മാറുക? ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ അറിയില്ല, എനിക്ക് ഇന്ത്യൻ മെഡിസിൻ. ഫ്രീ ആയി കിട്ടണ അവിടെ മിഠായി ഉണ്ട്. ഫ്രീ ആയി കിട്ടണ മിഠായി മേടിച്ചോ വേഗം. ഇതേ എല്ലാവർക്കും റോട്ടിൽ കൂടെ പോകണവർക്കൊക്കെ ഫ്രീ ആയിട്ട് കുറേ മിഠായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഞ്ചലേ വേണ്ടേ? കൊള്ളാം. എള്ളിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരു ജ്വല്ലറി കട ഉണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെയും കുറേ സൊവിനിയേഴ്സിൻ്റെ എന്തെല്ലോ കടയാണ് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. സ്റ്റാർബക്സോ ഇവിടെയോ? ഗൈസ് ഈ സ്ട്രീറ്റിൽ സ്റ്റാർബക്സും ഉണ്ട് കേട്ടോ. ഗൈസ് ഈ ഒരു സ്ട്രീറ്റിന്റെ ഉള്ളിൽ വരെ സ്റ്റാർബക്സ്. ഇറ്റ്സ് യാങ്ജോ. അപ്പൊ ഇവിടെ പക്ഷെ ആരുമില്ല. സ്റ്റാർബക്സിൽ ആരുമില്ല. ഇവിടെ എന്തൊക്കെയോ കൊറേ സ്വീറ്റ് പൊട്ടറ്റോ. ഇനി നമുക്ക് ഈ ഹാൻഡ് ഫുഡ് ആൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദയാന്തയിലില്ലേ, നമ്മുടെ അവിടെ സിയാനിൽ ഹാൻഡ് ഫുഡ് ആൻ പറ്റാത്തവർക്ക് ചുമ്മാ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ എയിൽ വെച്ചിട്ട് ഹാൻഡ് ഫുഡിന്റെ ഫുൾ കോസ്റ്റ്യൂം വിത്ത് സാധനങ്ങളൊക്കെ വരും. സിയാൻ സൂപ്പറാണ്. പക്ഷെ ഇവിടെ ഉള്ളത് എന്താ? അതിൻ്റെ ഉള്ളിലേക്ക് തല വെക്കാൻ പറ്റും. അപ്പോൾ ഹാൻഡ് ഫുഡ്. ഏഞ്ചൽ റോസിന് ഹാൻഡ് ഫുഡ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതെ ഏഞ്ചൽ റോസ് ഹാൻഡ് ഫുഡ് കഴിക്കാണ്. അതിൻ്റെ ഉള്ളിലേക്കാണ് തല ഇട്ടോ. ഏഞ്ചൽ ഹാൻഡ് ഫുഡ് കഴിക്കുകയാണ് ഗൈസ്. ഓക്കെ സൂപ്പർ.
ഫ്രീ ചായ. ട്രൈ ചെയ്യാൻ പറ്റുമോ? അതെ വെൽക്കം ടു ട്രൈ ഇറ്റ് ഫോർ ഫ്രീ. അവിടെ ചായ കുടിച്ച് നോക്കുന്നുണ്ട്. ഇത് ചൈനീസ് സ്പെഷ്യൽ ചായയാണ്. ഇത് പാഷൻ ഫ്രൂട്ട് പോലെ ഇത് ചായയാണ്. പാഷൻ ഫ്രൂട്ട് അല്ലേ? അല്ല ടേസ്റ്റ് ചെയ്യുമ്പോ ഇതെന്തോ ജെല്ലട്ട സാധനം തോന്നി കുടിച്ച് നോക്ക്. ഇതെന്തോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണത്. കാരണം ഇതെന്തോ ഒരു ഇതിന്റെ ഒരു ജീവിന്റെ എന്തോ സംഭവം വെച്ചിട്ട് ചെയ്യുന്നത് അത്. യെസ് ആണോ? നീയല്ലേ പറഞ്ഞു ഫ്രീ ആയിട്ടോടെ ചായ കിട്ടും ചായ കിട്ടും. ലാസ്റ്റ് ഭാഗം തന്നെ അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇത് എന്ത് ജീവിയാണാവോ? ജെല്ലി ജെല്ലി പോലത്തെ ഐറ്റമാണ്. ചായ ഒന്നല്ല, പാഷൻ ഫ്രൂട്ട് പോലെ തന്നെ ഉണ്ടല്ലോ. ടേസ്റ്റ് പാഷൻ ഫ്രൂട്ട് ആണെങ്കിലും അല്ല തോന്നുന്നു. നമുക്ക് എന്താന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മള് ഗൂഗിൾ ഫോട്ടോ വെച്ച് സ്കാൻ ചെയ്ത് നോക്കി. ഇത് സ്നോ ഫംഗസ് ആണ് നമ്മളിപ്പോ ഇവിടെ കുടിച്ചത്. പാഷൻ ഫ്രൂട്ട് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സ്നോ ഫംഗസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് പറയൂ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ എനിക്ക് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഇല്ലാത്തോണ്ട് അവിടെ ഭംഗിയില്ല എന്നാണ് ഏഞ്ചൽ പറഞ്ഞത്. പൂരപ്പറമ്പി വന്നാല് പാമ്പിനെയൊക്കെ വെച്ച് കളിപ്പിക്കുന്ന ടീംസ്. ഇവര് വേറെ തന്നെ ഒരു ജീവിതാട്ടോ ചൈനയില് എങ്ങനെ അത് ഒരു തൃശ്ശൂർ ജീവിതം ഇവിടെ കാണിക്കാന്നുള്ളതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ. ഇവിടെ തോക്കൊക്കെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ ഒരു സാധനം മേടിക്കൂല. ഇവിടെ നല്ല ഉണക്കിയ പന്നീന്റെ കാല്, റിബ്സ്, പിന്നെ കഴുത്ത്. ഇതൊക്കെ താറാവിന്റെ കഴുത്ത് തോന്നുന്നു. പിന്നെ അപ്പുറത്ത് കാടമുട്ട ഉണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും. പിന്നെ അപ്പുറത്തേക്ക് വന്നത് സ്റ്റിങ്കി തോപ്പു. പിന്നെ ഇത് നമ്മുടെ സ്ക്വിഡ് ഉണ്ട്. 25 നമ്മളിവിടെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പേരിനോടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഫോട്ടോയും വരച്ചു തരും. പിന്നെ നമ്മുടെ പേരും അവിടെ എഴുതി തരും. ഭയങ്കര ഒരു കഴിവുള്ള മനുഷ്യനെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എന്തായാലും അവിടെ പോയിട്ട് അപ്പാപ്പൻ്റെ അടുത്ത് അപ്പാപ്പൻ ചിത്രം വരയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ചിത്രം വരയ്ക്കുന്ന അപ്പാപ്പൻ്റെ അടുത്ത് നമുക്ക് ഡോക്ടർ ലീന്ന് എഴുതാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് അപ്പാപ്പൻ എഴുതുന്നത് എന്നുള്ളത് നോക്കി നോക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ ഡോക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ തോങ്ങിൻ്റെ ഡിയും തോങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ അപ്പാപ്പൻ്റെ കഴിവ് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിനെ സെറ്റ് ചെയ്ത് തരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഏകദേശം ഒരു 30 yuans ആണ് വരുന്നത്. 30 yuans എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 360 രൂപയെ വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കഴിവിന് നമുക്ക് 360 രൂപ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് യാങ്ജോലത്തെ ഒരു സൗവിനിയറായിട്ടും ചൈനയിലത്തെ ഒരു സൗവിനിയറായിട്ടും വെക്കാമെന്ന് ഉദ്ദേശിച്ചത് കൊണ്ടാണ് നമ്മളത് മേടിക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഡീനെ അവിടെ ഒരു ഫിഷിൻ്റെ രൂപത്തിൽ, ഒരു ഗോൾഡൻ ഫിഷിൻ്റെ രൂപത്തിലും വെച്ചിട്ടാണ് ഡി അവിടെ വന്നേക്കുന്നത്. എന്താണ് ഏഞ്ചൽ കൈ? കാലിഗ്രഫി. അതോ ഗ്രാജുവേഷൻ കഴിഞ്ഞാണോ? ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെയും കൊണ്ട് നമ്മൾ സംഭവമൊക്കെ എഴുതിപ്പിച്ചു. നല്ല സൂപ്പർ സാധനമാണ്. ഇതെന്തെങ്കിലും റൂമിൽ ഒരു സൊവിനിയർ ആയിട്ട് വെക്കാനുള്ള സാധനമാണ്. അപ്പോൾ ഇവിടെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അച്ചാർ ഉണ്ടാക്കാനുള്ള എന്തൊക്കെ സാധനം വന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മിക്സ് കൊണ്ടാൽ മതിയായിരിക്കും. പിന്നെ ഇവിടെ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ സാധനം കാണുന്നുണ്ട്. ഇത് എള്ള് അരച്ചിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. പിന്നെ ഇതൊരു പിക്കിളിൻ്റെ ഷോപ്പാണ്. ഇവിടെ കരിമ്പിൻ ജ്യൂസ് ഉണ്ട്, പിന്നെ കരിക്കുണ്ട്, ഇത് ദൂരിയാൻ. പിന്നെ ഇവിടെ കുറേ എന്തൊക്കെയോ ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഇത് കൊഞ്ചുണ്ട്, ഇത് സ്നെയിൽസ് ഉണ്ട്, പിന്നെ എന്തോ ക്രാബ് ഉണ്ട്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ ഫുൾ സീ ഫുഡ് ഐറ്റംസ് കേട്ടോ. ആമയല്ലേ കിടക്കുന്നത്? ആമ ഉണ്ട്. ഹലോ. പിന്നെ ഇവിടെ മുട്ട ഉണ്ട്. പിന്നെ ഇതെന്താ പകുതി ജീവനിലുള്ള കോഴിയുണ്ട്, കോഴീൻ്റെ മുട്ട. പിന്നെ സ്റ്റാർ ഫിഷ് ഉണ്ട്. സ്റ്റാർ ഫിഷ്, റിയൽ സ്റ്റാർ ഫിഷ്. എനിക്ക് കഴിക്കണ്ട, നിനക്ക് കഴിക്കണോ? വേണ്ട. സ്റ്റാർ ഫിഷ്, ഞണ്ടുണ്ട്. ഞണ്ടൊക്കെ നല്ല പൊരിച്ച ഞണ്ടുണ്ട്. പിന്നെ ഇവിടെ സോസേജിന്റെ ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്.
പിന്നെ ഇവിടെ കൗറോ സ്റ്റിക്സും സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ സിംഗി തോഫും ഉണ്ട്. ഇത് ബുഷി ജിബോ ജിഷി പൈസി പിന്താ 拍视频的，对来自哪里的？印度的。 ഇന്ദു ദാ ദേ ആ ഹാ ഹാ. ദേ ഇവിടെ കുറെ ഓയിസ്റ്റർ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ദേ ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ട്. ദേ ചിക്കൻ്റെ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് കുറേ ഫില്ലിങ്സ് ഒക്കെ കയറ്റിയിട്ടുള്ള ഒരു സംഭവം. ഇത് വേറെ എന്തോ ഒരു സോസേജിൻ്റെ ഐറ്റമാണ്. പിന്നെ ഇവിടെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തതുണ്ട്. പിന്നെ നമ്മുടെ സ്ക്വിഡ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ സൈഡിലോട്ട് വന്നാൽ അവിടെ എന്താ ഉള്ളത്, ഇവിടെയാണ് വ്യത്യസ്തമായ ഫുഡ് ഐറ്റംസ്. അയ്യോ ഇതെന്തൊക്കെയോ തേളും. ഇതാണ് നമ്മൾ കഴിച്ച വെട്ടിൽ കിളി. പിന്നെ ദേ ഇവിടെ സ്പൈഡർ ഉണ്ട്. പിന്നെ എന്തൊക്കെയോ സ്കോർപ്പിയോൺ ഉണ്ട്. പിന്നെ ഇതൊക്കെ ഞാൻ കഴിക്കുന്നില്ല. പട്ടുനൂൽ പുഴു അങ്ങനെ കുറെ. നിങ്ങളല്ലേ യാങ്ജോ ടീംസ് ഉറപ്പാണോ? ആർക്കാണ് ഇവിടെ ട്രൈ ചെയ്യാൻ തരുന്നത്? അപ്പൊ ഏഞ്ചൽ ട്രൈ ചെയ്യുന്നാണ് പറഞ്ഞേക്കണേ. ഏഞ്ചൽ ഗൈസ് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതെന്താ ഇവിടെ ഗണപതിന്റെ ഒക്കെ ഫോട്ടോ വെച്ചേക്കണേ? ഓ തൈഗോ, ശരിയാ തൈഗോ എന്ന് എഴുതിയിട്ടുണ്ട്. അത് കാരണം തായ്ലാന്റ് ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് കൊടുത്തേക്കണത്. അപ്പൊ പട്ടുനൂൽ പുഴു അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തൊക്കെയോ സ്കോർപ്പിയോണിന്റെ എന്തൊക്കെയോ സാധനങ്ങളാണ്. വലിയ എട്ടുകാലി സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എനിക്ക് അത് നമുക്ക് തായ്ലാന്റിൽ അടുത്ത പ്രാവശ്യം പോയിട്ട് കഴിക്കാം. നിങ്ങൾ യാങ്ജോ ലോക്കൽസ് കഴിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കാം. ആ ഇത് എല്ലാ അമ്പലത്തിൽ പോയാലും കാണാറുണ്ട്. എനിക്ക് പിന്നെ ഗേൾ ഫ്രണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റൂല. അത് കാരണം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കാണലുണ്ട്. അപ്പോൾ നാട്ടിൽ ആരെങ്കിലും വൺ സൈഡ് ലവ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ സംഭവം നടക്കുന്നൊക്കെയാണ് കണ്ടേക്കണത്. എഴുതിയിട്ട് വീഡിയോ അയക്കുന്നതാണ് ഗൈസ്. ശരിയാണ്, സത്യമാണ്. ഏഞ്ചൽ ആഴ്ചയിൽ വന്നിട്ട് ഇത് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ട് ഇവിടെ ചെയ്യുന്നതാണ്. അത് കാരണം ഏഞ്ചലിന് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഏഞ്ചൽ പറയുന്നത്. ഏഞ്ചൽ ഒരാഴ്ച വന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിടും. അതിൻ്റെ സക്സസ് ഏഞ്ചലിന് അറിയാറുണ്ട്. അപ്പോൾ ഏഞ്ചൽ റെക്കമെൻഡ് ചെയ്തതാണ്. അങ്ങനെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ആവശ്യമുണ്ടെങ്കിൽ ഫ്രണ്ട്സ് പറയണം, നമ്മൾ ഇവിടെ വന്നിട്ട് എഴുതിയിടുന്നതാണ്. നമ്മൾ എവിടെ വന്നാലും ഒരു സൊവീനിയർ വേറെയും മേടിക്കലുണ്ട്. ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിട്ട് നമ്മുടെ ഒരു സൊവീനിയർ മേടിക്കലുണ്ട്. നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു സ്ഥലത്ത് പോയതിൻ്റെ ഓർമ്മയ്ക്ക് ആയിട്ട് നമ്മൾ മേടിക്കലുണ്ട്. അപ്പോൾ അത് യാങ്ജോൻ്റെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് എന്തായാലും നമ്മൾ മേടിക്കുന്നുണ്ട്. ഇതിൽ യാങ്ജോലത്തെ മെയിൻ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, ആ ലേക്കും സാധനങ്ങളൊക്കെ. അപ്പോൾ അത് നമ്മൾ മേടിച്ചേക്കുകയാണ്. ഇത് ഫുള്ളൊരു സൗന്യർ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ദോങ്വാൻ സ്ട്രീറ്റിൻ്റെ അപ്പുറത്ത് ഫുള്ള് സ്ട്രീറ്റൊക്കെ കവർ ചെയ്ത് കുറേ നമ്മൾ സൗന്യറും സംഭവങ്ങളൊക്കെ മേടിച്ചത് ദോങ്വാൻ്റെ എക്സിറ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയേക്കാണ്. എക്സിറ്റ് അല്ല, ഇത് ഒരു എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടേക്ക് എത്തിയേക്കാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. നമ്മുടെ യാങ്ജോലത്തെ ടീംസ് മൊത്തം ഇവിടെ ഉണ്ട്. അപ്പോൾ യാങ്ജോലത്തെ ഒരു സെക്ഷൻ ഓഫ് വ്ളോഗ് നമ്മുടെ കംപ്ലീറ്റ് ആയേക്കുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗും വരുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. എന്താണ് ഇതിൽ ഒന്നും പറയാൻ? ഓക്കെ ഡയലോഗ് ഇല്ല. ഓക്കെ ഗൈസ്, ബൈ ബൈ. ബൈ ഗൈസ്.